കോതമംഗലത്ത് ആൺ സുഹൃത്തിനെ വിഷം നൽകി കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. പ്രതി അദീനയെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. നിതിൻ സേവ്യറുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. നിതിൻ, തെളിവെടുപ്പ് ഇപ്പോഴും തുടരുകയാണോ? അജീന, കഴിഞ്ഞ ദിവസമായിരുന്നു മാതിരപ്പള്ളി സ്വദേശി അൻസിലിനെ വിഷം നൽകി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ മാലിപ്പാറ സ്വദേശി അദീനയെ പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ചത്. 2 ദിവസത്തെ കസ്റ്റഡി, നാളെ വരെയാണ് കോടതി കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ തെളിവെടുപ്പ് അദീനയുടെ വീട്ടിലെത്തിച്ച്, കൊലപാതകം നടന്ന അദീനയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. അൻസിലിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കീടനാശിനി വാങ്ങിയ നഗരത്തിലെ കടയിലെത്തി, ടൗണിലെ കടയിലെത്തി കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തിയിരുന്നു. മെയ് മാസം അവസാനമാണ് ഈ കീടനാശിനി പാരയ്ക്ക് എന്ന കീടനാശിനി വാങ്ങിയതെന്ന് അദീന പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഗൂഗിൾ പേ വഴി പണം നൽകിയെന്നും മൊഴിയിലുണ്ട്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തുകയും കടത്തിലുണ്ടായിരുന്നവർ അദീനയെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ കൊലപാതകം നടന്ന അദീനയുടെ വീട്ടിലാണ് നിലവിൽ തെളിവെടുപ്പ് നടക്കുന്നത്. ഇൻസ്പെക്ടർ PT ബിജോയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് തെളിവെടുപ്പ് നടത്തുന്നത്. ഏകദേശം 2 മണിക്കൂറിലധികമായി അദീനയുടെ വീട്ടിൽ തെളിവെടുപ്പ് നടക്കുകയാണ്. ജീന, ശരി, നിതിനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.